കൂത്തുപറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഉള്ള ആളുണ്ടോ ഇവിടെ? കൂത്തുപറമ്പിലുള്ളതുണ്ടോ? ആടൂർ കേട്ടിട്ടുണ്ടോ? ആടൂർ പള്ളി, ആടൂർ കാടാച്ചിറൻ്റെ അടുത്ത് ആടൂർ കേട്ടിട്ടുണ്ടോ? കൂത്തുപറമ്പ് പോകുന്ന വഴിയിലാണ്. അവിടെ ഒരു ഹബീബ് ആടൂർ ബീരാൻകുട്ടി മുസ്ലിയാർ താമസിച്ചിരുന്നു. ആ ഹബീബ് ആടൂർ ബീരാൻകുട്ടി മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂരിനടുത്ത സ്ഥലക്കാരനാണ്. അദ്ദേഹം ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ശിഫ നൽകിയിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ എല്ല് സൗദിയിൽ നിന്നൊക്കെ ഉംറക്കൊക്കെ കഴിഞ്ഞ് പോകുന്ന ആളോട് കൊണ്ടുവരാൻ പറയും. ഒട്ടകത്തിൻ്റെ എല്ല്, ഒലീവ് ഓയിൽ, കരിഞ്ചീരത്തിൻ്റെ എണ്ണ, തേന് പോലത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്ത അമൂല്യമായ ഔഷധങ്ങൾ, ഹദീസുകളിൽ വന്ന അമൂല്യമായ ഔഷധങ്ങൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ ഒരു മസ്ജിദിലെ ഇമാമിൻ്റെ അടുത്ത് വെച്ച് ക്യാൻസർ രോഗം ശിഫയായിരുന്നു എന്ന് ഡോക്ടർമാർ പറയും. ചരിത്രം നമ്മളിതറിഞ്ഞില്ല. സമൂഹം നമ്മുടെ സമൂഹത്തിൽ നമ്മളിത് പകർന്നില്ല. ഇസ്ലാമായി എന്നതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളാൻ കഴിയണമെങ്കിൽ ഇത്തരം വാർത്തകൾ കൂടി കേൾക്കണ്ടേ നമ്മൾ? ഞാനൊരു മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളണമെങ്കിൽ പ്രതിവർഷം 2 കോടിയിൽ പരം ആളുകൾക്ക് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം, 248 പരം വ്യത്യസ്തങ്ങളായ ക്യാൻസറുകൾ കൊണ്ട് ലോകം ദുരിതത്തിലായിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം ശ്രീചിത്രയിലൊക്കെ പോയ കുഞ്ഞു മക്കൾ ക്യാൻസർ പിടിച്ചിട്ട് പ്രയാസപ്പെടുന്ന ചിത്രങ്ങൾ. ഈ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു ഇതിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം കിട്ടി. അവിടെ 10-40ഓളം ചെറുപ്പക്കാരുടെ ഒരു കഥ പറയാണ്. അവിടുത്തെ ഒരു സാറ് പറയാണ്, 43 ചെറുപ്പക്കാർ. അവരെപ്പോൾ രോഗം മാറും എന്ന് കരുതിയിട്ടല്ല ഡോക്ടർമാർ അവരെ പരിചരിക്കുന്നത്, എപ്പോഴാണ് ഇവർ മരിക്കുക എന്നുള്ള ആ ഒരു നോട്ടത്തിലാണ് ഡോക്ടേഴ്സ് അവരെ പരിചരിക്കുന്നത്. എല്ലാവർക്കും ഒരു പ്രത്യേക രോഗമാണ്, ഒരേയിടത്ത് ക്യാൻസർ. എല്ലാവർക്കും ക്യാൻസർ വരാൻ ഒറ്റ കാരണം കണ്ടെത്തിയത് ഷവർമ, ബർഗർ, ഇതൊക്കെയാണ്. പിന്നെ പെപ്സി, മിറണ്ട. മംഗലാപുരം, ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന ചെറുപ്പക്കാർ കുട്ടികളാണ്. 21 വയസ്സാണ് അതിൽ ഏറ്റവും ഉയർന്ന കുട്ടിയുടെ വയസ്സ്. ബാക്കിയൊക്കെ അതിന് താഴെയാണ്. 45 പിള്ളേർ വന്നു, അതിൽ 3 ആൾ മരിച്ചു, ബാക്കി 42 ആളുണ്ട്. അങ്ങനെ 42 ആൾ മരിച്ചു, 43 ആൾ. എന്തായാലും ഇത്രയും കുട്ടികൾ, ചെറുപ്പക്കാർ കുട്ടികൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും പ്രയാസകരമായൊരു സാഹചര്യത്തിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് യൂറോപ്യന്മാർ കണ്ടെത്തിയ രോഗം ഉണ്ടാക്കണ മരുന്ന് വാങ്ങാൻ സഹായിക്കലല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യ സംസ്കാരത്തെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ വളർത്തലാണ്. അതുകൂടി പറയാനാണ് ഞാൻ ഈ വേദി ഉപയോഗപ്പെടുന്നത്. പുതിയ രോഗം ഉണ്ടാക്കണ മരുന്ന് കൊടുക്കാൻ സഹായിച്ചിട്ട് ഒരാളുടെ ശരീരത്തിന് അപകടം വരുന്നൊരു കാര്യത്തിന് സഹായിച്ച കൂലി കിട്ടുമോ ഇല്ല എന്നുള്ള ഫുഖഹാക്കളാ മറുപടി പറയേണ്ടത്, ജലീൽദാരിമി പറയേണ്ടല്ല. ശരീരത്തെ നാശത്തിലേക്ക് നയിക്കാൻ പാടില്ല എന്ന് ഖുർആനും ഹദീസും ഫിഖുവും പറയുന്ന നമ്മൾ, പക്ഷേ അങ്ങനെ ഒരു വസ്തുത ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ തെറ്റിന് കടുപ്പം കൂടും. ഇല്ല എന്നറിയാവുന്നിടത്തോളം നമ്മൾ അതൊക്കെ തുടരും. ഇനിയിപ്പോൾ കേരളത്തിൽ അത് ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇസ്ലാമിക വൈദ്യശാസ്ത്രം തിബ്ബുൻ നബവി വളർന്നു. കണ്ണൂരിൽ അൽഹംദുലില്ലാ SKSF വളർത്തിക്കൊണ്ടുവന്ന സഹചാരി മെഡിസിറ്റി എന്ന വലിയൊരു സംരംഭമാണ്. 100 കണക്കിന് രോഗികൾക്ക് വ്യത്യസ്തമായ രൂപം. പക്ഷേ തിബ്ബുൻ നബവി വളർന്നു എന്നറിഞ്ഞപ്പോൾ അവർ അതിനെ കൂടി ആ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്തു. അതുവരെ അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ കൂടിയുള്ളൊരു പരിപാടിയായിരുന്നു സഹചാരി. ബട്ട് തിബ്ബുൻ നബവി ഉണ്ട്, തിബ്ബുൻ നബവി എഫക്റ്റീവാണ്, കാലം ഇത് ആവശ്യമാണെന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റെ ആളുകൾ തിബ്ബുൻ നബവിയെ കൂടി ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് അവിടെ ജോലി ഉണ്ടായത്, ഞാൻ അവിടെ എത്തിപ്പെട്ടത്. എന്നതുപോലെ നിങ്ങളുടെയും ബാധ്യതയാണ്. നമ്മൾ ഈ രോഗികൾക്ക് ശിഫ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, രോഗികൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, രോഗികളുടെ പ്രയാസങ്ങൾ എങ്ങനെ ദൂരീകരിക്കാമെന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തിബ്ബുൻ നബവിയെക്കുറിച്ച് കൂടി നമ്മുടെ ചിന്തയിലേക്ക് കാര്യങ്ങൾ കടന്നു വരണം. നിലവിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ മറ്റൊരു വഴിയിലേക്ക് അവരെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊമോട്ട് ചെയ്യാൻ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ, വിടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളും ഈ ശാസ്ത്രത്തെ കുഴിച്ചു മൂടാൻ സഹായിച്ചവരായി പോകും. ഇത് വളരേണ്ടതും വളർത്തേണ്ടതും നമ്മളും നമ്മുടെ ആവശ്യവുമാണ്, ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ കേരളത്തിലും തിബ്ബുൻ നബവി സജീവമായി ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ആളുകളുടെ പേര് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരുപാട് ആളുകളുടെ പേര് ഒരുപക്ഷെ ചരിത്രത്തിൽ പറയാൻ പറ്റും. മലപ്പുറത്തിൻ്റെയും കണ്ണൂരിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ തഴവ എന്ന് പറഞ്ഞാൽ ഒരു ബൈത്തുണ്ടാക്കിയ ഒരാളായിട്ടേ നമുക്കറിയൂ. അൽ മവാഹിബുൽ ജലിയ കേട്ടില്ലേ? വലിയ വൈദ്യപാണ്ഡിത്യമുള്ള ആളാണ്. ഖുർആനികമായ വൈദ്യശാസ്ത്രം അറിയുന്ന ആളാണ്. പക്ഷേ എന്തോ കാരണത്താൽ നമ്മളിൽ നിന്നും ഈ ഒരു സംസ്കാരം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അൽഹംദുലില്ലാ 10-17 കൊല്ലമായി ഇന്ന് കേരളത്തിൽ ഈ വൈദ്യ സംസ്കാരം തിരിച്ചുവരവിൻ്റെ വഴിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി ചിന്തിക്കുകയും